കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. ഇന്ന് തിരുവോണ ദിവസം നമ്മളുടെ വീട്ടിൽ തന്നെ അത്തപ്പൂക്കളം ഇടാനായിട്ട് നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ച ചെടിയിൽ നിന്ന് പൂക്കളെടുത്ത് നമ്മൾ അത്തപ്പൂ ഇടുവാണ്. മോനെ കട്ട് ചെയ്തു. ഇതേ കണ്ടോ, ഈ വെയിറ്റ് കാരണം ഇതുങ്ങൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളിപ്പോൾ നമുക്ക് കുറച്ചല്ലേ ആവശ്യമുള്ളൂ, മൊത്തം അങ്ങ് കട്ട് ചെയ്യാതെ അത്യാവശ്യത്തിന് മാത്രമുള്ള വലുത് മാത്രം എടുത്ത് കട്ട് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് പൂജ ആ സമയത്തൊക്കെ ആവശ്യം വരുമ്പോൾ വലുത് നോക്കി ഇത് കട്ട് ചെയ്തെടുത്തോ. അപ്പം എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും. അടുക്കളയിലായിട്ടും അതുപോലെ അത്തപ്പൂക്കളം ഇടുന്നതും അതുപോലെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൂടിയിട്ട് കുറേ പരിപാടികളുണ്ട്, ഓണപ്പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഉച്ച കഴിഞ്ഞ് നമ്മൾ അതിനുമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അടുക്കളയിലെ കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കി ചെറുതാ മോനെ, അതാ വലുത് നോക്കി ഒത്തിരി നിപ്പുണ്ടല്ലോ, വലുതെടുക്കുക. ഓരോ കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ ഓണത്തിൻ്റെ നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യങ്ങളിലോട്ട് ഇങ്ങനെ കടന്ന് പോവുകയാണ്. അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലക്കിമോൻ അത്തപ്പൂ ഇടാൻ പോവാണോ? ഇതെന്തോ കളറായി പൂവിന്? പൂക്കളെല്ലാം പറിച്ചെടുത്തതിന് ശേഷം അത്തപ്പൂ ഇടാനായിട്ട് ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ തേജൂട്ടിയുടെ ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറി പാചകത്തിലോട്ട് കടന്നു. ഏകദേശം കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴത്തേന് തേജൂട്ടി എന്ന് പറഞ്ഞ അമ്മയെ ഞാൻ ഇട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പം എൻ്റെ ഈ ഒരു രീതിയിലാണ്, ഇതിൽ തേജൂട്ടിയാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനും തേജൂട്ടിയും കൂടെ ആയിരുന്നു ചെയ്തത്. ഈ പ്രാവശ്യത്തെ ക്രെഡിറ്റ് മൊത്തം കുഞ്ഞിനാണ്. കുഞ്ഞത് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് പടം വരയ്ക്കും പുള്ളിക്കാരി കേട്ടോ. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചങ്ങ് കൊടുത്തതാണ്. എനിക്കറിയാം എന്തായാലും നല്ല പെർഫെക്റ്റ് ആക്കുമെന്ന്. അല്ലേ? എന്താന്ന് മനസ്സിൽ വന്നത് വെച്ചിട്ട് ചെയ്താ. ഇത് കണ്ടോ, നമ്മുടെ പഴയ കാലത്തെ അത്തപ്പൂക്കൾ ഇങ്ങനെ റൗണ്ടിലായിരുന്നു കണ്ടോ, ഇതുപോലെ ഇവിടെ വരെ അല്ലേ. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ അങ്ങനെ ആയിരുന്നു. ഒരു പൂക്കളം ഇട്ട് ഇലയൊക്കെ ഇട്ട് തുളസി ഇല ഇട്ട് തുമ്പപ്പൂ ഇല ഇട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് അടുക്കി വെക്കുമായിരുന്നു. അത് അത്ര അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് പൊസിഷന് കണ്ടോ, ഈ ലാസ്റ്റ് വന്നിട്ടുള്ള സ്ഥലം കണ്ടോ, ഇവിടെ വേറൊരു ഡെക്കറേഷനിൽ എല്ലാ പൂക്കളും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തോ ഇതിനകത്ത് 3/4 പൂക്കളും നമ്മളുടെ തന്നെ പൂക്കൾ ഇട്ടിട്ടാണ് നമ്മൾ അത്തപ്പൂ ഇട്ടിരിക്കുന്നത്. ചെണ്ടുമല്ലി നമ്മൾ അതിനുവേണ്ടി നേരത്തെ തന്നെ കൃഷി ചെയ്തു. പിന്നെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അരളി ഇപ്പോൾ പൊതുവെ ആരും ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരു കളർ കോമ്പിനേഷന് വേണ്ടി ഇതല്ലാതെ വേറൊന്നും നമുക്കില്ലായിരുന്നു. പിന്നെ റെഡ് ചുമപ്പ് റോസാപ്പൂ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അത് തീർന്നു പോയി. അത് ഉദ്ദേശിച്ചായിരുന്നു പോയിരുന്നത്. പിന്നെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ വെള്ളപ്പൂ എല്ലാം നമ്മുടെ റോസ് നമ്മുടെ അരളിയുടെ കൂടെയല്ല, നമ്മുടെ താഴെ നിന്ന റോസിൻ്റെ റോസാപ്പൂ ആയിരുന്നു. അപ്പം മോളിട്ട ഈ അത്തപ്പൂക്കളെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓണസദ്യ എല്ലാം കഴിച്ചു. പട്ടിക്കുട്ടന്മാർക്കും ഓണസദ്യ കൊടുത്തു. ഇനി ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോവാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഒരു നല്ല പ്ലേസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് ആ പ്ലേസ്, ഇതാണ് എൻട്രൻസ് ആണ്. ഇനി അങ്ങോട്ട് വണ്ടി കയറി ചെല്ലും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ ആയിട്ട് അറിഞ്ഞിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കയറുന്ന ആദ്യമായിട്ടാണ്. ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ അടുത്ത് ഉണ്ടായിരുന്നെന്ന് പലർക്കും അറിയത്തില്ല കേട്ടോ. നമ്മുടെ മലയാളപ്പുഴയാണ്. മലയാളപ്പുഴയിൽ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ വീടിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല, അത്രയ്ക്ക് അടുത്താണ്. ചേച്ചിയുടെ വണ്ടിയൊക്കെയാണ് വരുന്നത്. അവരെന്താ തിരിച്ചു വരുന്നത്? ഇനി വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലേ?
നമ്മൾ ഉദ്ദേശിച്ച പ്ലേസിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഓണാഘോഷം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷേ ഭയങ്കര വെയിലാണ്, ഒരു മരമൊന്നും അധികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ തപ്പുന്ന പരിപാടി ചീറ്റിപ്പോയി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇനി കിട്ടുന്ന നല്ല സ്ഥലം നോക്കി എവിടെയെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കാം, അല്ലാതെ വേറെ നിവർത്തിയില്ല. കിട്ടി ഒരിടത്ത് നിന്ന് ഞങ്ങളങ്ങ് ഫോട്ടോ എടുക്കുവാണ്. മോളുടെ ഫോട്ടോ എടുക്കുവാണ് മനുവണ്ണന്. എടുത്തിട്ട് ഓരോന്ന് വന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് അടുത്ത പോസൊക്കെ ഇനി ചെയ്യാൻ വേണ്ടിയിട്ടേ. അങ്ങനെ പറഞ്ഞോ? അവള് പറഞ്ഞു കേട്ടോ, മുട്ടായി വാങ്ങിച്ചു തരാമെന്ന്. ലക്കി ഇവിടെ നിക്കേ. ചിരിച്ചേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.